ഹലോ ഗൈസ്, നമുക്കിന്ന് നോർത്ത് ഇന്ത്യൻ സ്പെഷ്യലായിട്ടുള്ള ദാൽ ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കറി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് പരിപ്പാണ്. ഞാനിവിടെ ഓറഞ്ച് കളറിലുള്ള മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മഞ്ഞപ്പരിപ്പായാലും എടുക്കാം. വീഡിയോയിൽ കാണിച്ച പോലെ 2 കൈ അളവിലാണ് ഞാൻ പരിപ്പ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി കഴുകിയ ശേഷം കുതിർത്ത് വെക്കാം. പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ പരിപ്പ് കറി ഉണ്ടാക്കുന്ന പോലെ തലേന്നോ രാവിലെയോ ഒക്കെ കുതിർത്ത് വെച്ചാലും മതി. ഈ പരിപ്പ് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി കഷ്ണങ്ങൾ അരിഞ്ഞു വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു മീഡിയം സൈസ് സവോള, 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി. പരിപ്പ് കുതിർന്ന് കഴിഞ്ഞാൽ നമുക്കത് വേവിച്ചെടുക്കാം. ഒരു കുക്കറിൽ പരിപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടിയിട്ട് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിൽ 3 വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. നന്നായി വെന്ത് കുഴഞ്ഞു വരണം. ഇനി പരിപ്പിൻ്റെ വേവ് കുറഞ്ഞു പോയെങ്കിൽ ഒന്നുകിൽ മിക്സിയിലിട്ടടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തവി ഉപയോഗിച്ച് ഉടച്ചെടുക്കുക. ഇനി ഒരു കടായിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പം വെളുത്തുള്ളിയും സവാളയും ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറ് ചെറുതായി മാറി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്ത് അതും നന്നായി വഴറ്റിയെടുക്കാം. സവാള ഇനി ഗോൾഡൻ കളറായി വരുമ്പം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതും നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി വെന്ത് വരുന്നവരെ വഴറ്റിയെടുക്കണം. വേണമെങ്കിൽ അടച്ചു വെച്ചും വേവിച്ചെടുക്കാം. തക്കാളിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ജീരകം ഇട്ട് കൊടുക്കുക. ഇനി അതും നന്നായി വഴറ്റിയെടുക്കുക. ജീരകത്തിൻ്റെ പച്ചമണം മാറിയ ശേഷം അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി എടുക്കാം. സാധാ മുളക് പൊടി എടുത്താലും മതി, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇത് നന്നായി നമുക്ക് ഇളക്കിയെടുക്കാം. മുളക് പൊടിയുടെ പച്ചമണം മാറി വരുന്നവരെ വഴറ്റി കൊടുക്കണം. ഇനി മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി വന്ന ശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പച്ചവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയുണ്ട്. കട്ടകളെല്ലാം ഉടഞ്ഞ് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് ഒരുപാട് കട്ടിയായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറി തിളച്ച് വരുന്നതിന് മുമ്പ് പച്ചവെള്ളം ഒഴിച്ചാൽ മതി. പക്ഷേ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൽ നമ്മളിപ്പം എത്ര വെള്ളം ഒഴിച്ചാലും കുറച്ച് കഴിയുമ്പം തിളച്ചൊക്കെ വരുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി കുറുകിപ്പോവും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കറി തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കറി കുറച്ചും കൂടി കട്ടിയായി തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടച്ച് വെച്ചും തിളപ്പിച്ചെടുക്കാം. പെട്ടെന്ന് തിളക്കുന്നതുകൊണ്ട് ഞാനിത് അടച്ചൊന്നും വെക്കുന്നില്ല. ഇതുപോലെ തന്നെ തിളപ്പിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇത് മിക്സ് ചെയ്ത ശേഷം ഉപ്പൊക്കെ നോക്കി കുറവുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗരം മസാല ഇട്ട ശേഷം ഇത് ഒന്നും കൂടി ഒന്ന് തിളച്ച് വരേണ്ടതുണ്ട്. കറിയൊക്കെ നന്നായി തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതിയാവും. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നന്നായി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ആയാലും അങ്ങനെ ഏകദേശം എല്ലാ ഐറ്റത്തിൻ്റെയും കൂടെ പോകുന്നൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കണ്ട. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ, ബൈ.